പണ്ട് ടിപ്പു സുൽത്താൻ 1787 തോന്നുന്നു, 87 ബ്രിട്ടീഷുകാരുമായിട്ടൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ കർണാടകയും ഈ പറഞ്ഞ മഹാരാഷ്ട്രയും ഹൈദരാബാദും ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യത്തിൽ ടിപ്പു ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ അയാളൊരു മതഭ്രാന്തനൊന്നും ആയിരുന്നില്ല. ഏറ്റവും വലിയ മതേതരവാദി, ഏറ്റവും സെക്യുലറായിട്ടൊരു മനുഷ്യൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നിത്യനിദാന ചെലവുകൾക്ക് പണം ഖജനാവിൽ നിന്ന് കൊടുത്തിരുന്ന ആൾ 1785 മലബാർ പ്രോവിൻസിലേക്ക് ഗവർണർക്ക് അയാൾ എഴുത്തെഴുതി, നമ്മുടെ ഈ പ്രോവിൻസിലെ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശമോ അധികാരമോ ഇല്ലയെന്ന് ഞാൻ അറിയുന്നു. 1785 കാര്യമാണിത്. അതെന്തുകൊണ്ടാണെന്ന് ഗവർണർ അന്വേഷിച്ച് റിപ്പോർട്ട് തരണം. സാമ്പത്തിക പരാധീനത മൂലമാണെങ്കിൽ ഖജനാവിൽ നിന്ന് പണം മുടക്കി സ്ത്രീകളുടെ സഭ്യത പാലിക്കാൻ വേണ്ടി അവർക്ക് മേൽവസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം. മതപരമായ ആചാരമാണെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ആ ദുരാചാരം ഇല്ലാതാക്കണം. ഇതിങ്ങനെ വ്യക്തമായിട്ട് 1785 എഴുതിയ ലെറ്റർ, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 1785 അങ്ങനെ എഴുതിയ ടിപ്പു. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം വരുന്നത് 1835 ഒരു മഹാറാണിയാണ് എഴുതിയത്. സ്ത്രീകൾക്ക് ക്രിസ്ത്യാനികളായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാം. 1855 വീണ്ടും ഒരു കൽപ്പന വന്നു, ചാന്നാർ സ്ത്രീകൾക്കും മാറുമറയ്ക്കുന്നതിന് വിരോധമില്ല, പക്ഷേ സവർണരോ വലിയ പുള്ളികൾ വന്ന മാറത്ത് തുണി എടുത്ത് മാറ്റി കളയണം, നിർബന്ധമായിരുന്നു. അത് വരുന്നതിനും 19 വർഷം മുമ്പ് ടിപ്പു അത് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ടിപ്പുവിൻ്റെ സൈന്യത്തിൽ ക്രിസ്ത്യൻ പട്ടാളക്കാരും ഉണ്ടായിരുന്നു. ധാരാളം നോർത്ത് കാനഡ, സൗത്ത് കാനഡ മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു അന്ന്. ആ പട്ടാളക്കാരെല്ലാം ടിപ്പുവിന് അവരെ വിശ്വാസമായിരുന്നു. ഈ ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ വല്ല അബദ്ധം പിന്നീട് പറ്റിയെന്ന് മാത്രം. സിഖുകാർ എന്നെ വെടിവെക്കിയാലെന്നുള്ള അമദ്രി കടന്ന ആത്മവിശ്വാസം. ഏതായാലും ഈ പട്ടാളക്കാരെന്താ പറയുക, കോൺവാലീസ് എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു അന്ന് ഇവിടുത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ ജോർജ് വാഷിങ്ടണുമായിട്ടുള്ള യുദ്ധം തകർന്നെത്തി പൊളിഞ്ഞ് പാളീസായി ഒരു പണിയില്ലാതെ ഇംഗ്ലണ്ടിൽ ഇരുന്നപ്പോൾ ഇങ്ങോട്ട് വിട്ടത്. അതൊക്കെ പഴയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സൈന്യ തലവന്മാരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, കോഴ കൊടുത്ത് വശത്താക്കേണ്ടത് നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യാധിപന്മാരെയൊക്കെ വളർത്താക്കി. എന്തോ ആട്ടെ, ടിപ്പുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ പട്ടാളക്കാരന്ന് 5000 ചാക്ക് അരി പിരിവെടുത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് കൊണ്ടുകൊടുത്തു. ടിപ്പുവിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് ടിപ്പുവിൻ്റെ സൈന്യത്തിലിരുന്നുണ്ട്. ചരിത്രരേഖകളിലുള്ള കാര്യം. 5000 ചാക്ക് അരി ബ്രിട്ടീഷ് പട്ടാളത്തിന് ഇവന് പിരിച്ചെടുത്ത് കൊടുത്തു. യുദ്ധം ടിപ്പു തോറ്റു. രാജ്യം അവർ പറയുന്ന വ്യവസ്ഥകളൊക്കെ ഏൽക്കേണ്ടി വന്നു. മക്കളെ പണയം കൊടുക്കേണ്ടി വന്നു. ഇത് എന്നിട്ടും ഈ പട്ടാളക്കാരെയൊക്കെ ടിപ്പു, സാധാരണ ഇത് ട്രൈറ്റേഴ്സ്, നയവഞ്ചകരെന്ന വിശ്വാസവഞ്ചകന്മാരെ ഒരു രാജ്യത്തും ജീവനോടെ വെച്ചേക്കില്ല. ടിപ്പു ആരെയും കൊന്നില്ല, ഒരു ക്രിസ്ത്യാനിയും കൊന്നില്ല. ടിപ്പു അവരെ മുഴുവൻ കൈയൊക്കെ പുറകെ കെട്ടിയിട്ട് നേരെ ഗോവയിലേക്ക്, പോർട്ടുഗാരുടെ ഭരണമില്ല, അങ്ങോട്ട് അയക്കുക ചെയ്തത്. ആരെയും കൊന്നിട്ടില്ല. ആ ടിപ്പുവിനെ പറ്റി നമ്മളിങ്ങനെയൊക്കെ കേട്ടത്. വേറെ